ബ്ലാക്ക് മാജിക് നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും പേടിക്കുന്നൊരു പാരൻസ് ചൈൽഡ്ഹുഡിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കോർ ഉണ്ട്, അതിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്നുള്ളതായിരിക്കില്ല ഈ കുട്ടിയുടെ ലക്ഷ്യം. ആ കുട്ടി അറിവ് നേടുന്നുണ്ടായിരിക്കും, വിജ്ഞാനം നേടുന്നുണ്ടായിരിക്കും. ഇപ്പം ആസ്ട്രോളജേഴ്സ് അതിനെ ബാധാദോഷം എന്നൊക്കെ പറയും. ഈ ബാധാദോഷം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക്കുകൾ അവരുടെ കോൺഫിഡൻസിനെയാണ് ബേസിക്കലി ബ്ലാക്ക് മാജിക് അഫക്റ്റ് ചെയ്യുന്നത്. മരിച്ചുപോയ വ്യക്തികളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പോലും വിചാരിക്കാത്ത ജോലികൾ നമ്മൾ ചെയ്യും, നമ്മൾ പോലും വിചാരിക്കാത്ത ആൾക്കാരുമായിട്ട് റിലേഷൻ ഉണ്ടാവുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളോടൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കാത്ത അവസ്ഥ. ഇന്നലെ വരെ ഇഷ്ടമുള്ള ഒരു ജോലി ഇന്ന് പോലെ ചെയ്യുന്നില്ല. ബ്ലാക്ക് മാജിക് നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും പേടിക്കുന്നൊരു സംഭവമാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. ബ്ലാക്ക് മാജിക് നമുക്ക് ടാരോ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ബ്ലാക്ക് മാജിക് പലരും വിചാരിക്കുന്നത് എന്തോ നമ്മുടെ ശത്രുക്കളാണ്, അതെ, കൂടോത്രം ചെയ്യുന്നത്, കൈവശം എന്നൊക്കെ പറഞ്ഞ് ഈവിളായി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അതങ്ങനെ അല്ല സംഭവിക്കുന്നത്. നമ്മൾക്ക് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ കൂടി ബ്ലാക്ക് മാജിക് സംഭവിക്കും. അപ്പം അത് നമ്മൾ സ്നേഹിക്കുന്നവരാണ്, അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ എനർജി നമ്മളിൽ അഫക്റ്റ് ആയി. അത് അവരുടെ എന്തെങ്കിലും പ്രശ്നമല്ല, അത് നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ വീക്ക് മൈൻഡ് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിനെന്താണ് ഈ ബ്ലാക്ക് മാജിക് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ അത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പം നമ്മളുടെ ബുദ്ധി വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വേണ്ടി ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, നമ്മുടെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്നു. അവിടെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ. ഒരു എക്സാമ്പിൾ പറയാം, നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കാം, പക്ഷെ പാരൻസ് ചൈൽഡ്ഹുഡിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു സ്കോർ ഉണ്ട്, അതിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുക എന്നുള്ളതായിരിക്കില്ല ഈ കുട്ടിയുടെ ലക്ഷ്യം. ആ കുട്ടി അറിവ് നേടുന്നുണ്ടായിരിക്കും, വിജ്ഞാനം നേടുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവർക്ക് ഇതാണ് ഒരു പ്രയോറിറ്റി എന്ന് വിചാരിക്കുക. ഇവർ നിരന്തരം ഈ കുട്ടിക്ക് മടിയാണ്, അല്ലെങ്കിൽ ബുദ്ധിയില്ല, നീ അങ്ങനെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇവർ തീർക്കുക. ഇത് ഈ കുട്ടിയിൽ സബ് കോൺഷ്യസ്ലി രജിസ്റ്റർ ആവും. പറ്റില്ല ഈ കുട്ടിക്ക്, കാരണം ഈ കുട്ടിയുടെ സോൾ എനർജി എന്ന് പറയുന്നത് കുറച്ച് വീക്കായിരിക്കും. അപ്പം അവൻ്റെ 4ാം ഭാവം വീക്കും കൂടെ ആണെങ്കിൽ, 4ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ആസ്ട്രോളജിക്കലി ഒരു ബർത്ത് ചാർട്ടിൽ ഇമോഷൻസിനെ സൂചിപ്പിക്കും. അപ്പം ആ ഇമോഷൻസിലുള്ള ഇപ്പം 4ാം ഭാവാധിപൻ നീചത്തിലാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇത് പെട്ടെന്ന് യേശു, അതായത് ഭയങ്കര സെൻസിറ്റീവാണ്, എന്നെക്കൊണ്ട് കൊള്ളില്ല, എനിക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുള്ളത് ഇവൻ്റെ മനസ്സിലങ്ങ് വരികയാണ്. ഇത് രജിസ്റ്റർ ആവും, പിന്നെ ഇവന് പറ്റില്ല, ഇവൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിച്ചു. അതുപോലെ നീചത്തിലുള്ള ഒരു സൺ, അല്ലെ അഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൺ, 6ാം ഭാവത്തിലൊക്കെ സൺ നിൽക്കുന്നു, ആദിത്യൻ നിൽക്കുന്നു. അപ്പം ആസ്ട്രോളജേഴ്സ് അതിനെ ബാധാദോഷം എന്നൊക്കെ പറയും. ഈ ബാധാദോഷം എന്ന് പറയുന്നത് ഇതാണ്, അതായത് സൺ എന്ന് പറയുന്നത് ആത്മാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, നമ്മുടെ എനർജറ്റിക്കലി. അത് ആസ്ട്രോളജിക്കലിയും അതെ, ടാരോയിലും അതെ. ഈ ആത്മാവ് നീചാവസ്ഥയിൽ നിൽക്കുമ്പം അവനവൻ്റെ ആത്മാവിനെ, അതായത് അവനവൻ്റെ മനസ്സിനെ അവനവന് തിരിച്ചറിയാൻ പറ്റാത്ത എനർജിയിൽ അവൻ നിൽക്കുകയാണ്. അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആ അവബോധം ഉണ്ടാവുന്നില്ല. അപ്പം ഇതിനെല്ലാത്തിനും ഒരു കാലപരിധിയുണ്ട്. ത്രൂ എക്സ്പീരിയൻസ് ഓരോ പ്രായം കഴിയുമ്പോഴും ഓരോ പ്ലാനറ്ററി എനർജീസ് മെച്യൂർ ആവും. അപ്പം നമുക്ക് ജീവിത അനുഭവം കൊണ്ട് നിരന്തരമായ പരാജയങ്ങളും വഴി തെറ്റിപ്പോയിട്ട് തെറ്റിയ വഴിയിൽ നിന്ന് ശരിയായിട്ടുള്ള വഴിയിലേക്ക് നടന്നും മാറിയൊക്കെ ഒരു വ്യക്തി എക്സ്പീരിയൻസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്ക് ടാരോ റീഡിങ്ങിലൂടെ അവൻ ആ എക്സ്പീരിയൻസ് അനുഭവിക്കാതെ തന്നെ ഒരു കുട്ടിയാണ് എന്നൊരു 32 വയസ്സിൽ അവന് വരേണ്ട ഒരു മെച്യൂരിറ്റിയിലായിരിക്കും അവനെ തിരിച്ചറിയുന്നതെന്ന് വിചാരിക്കുക. ഈ വ്യക്തി 25 വയസ്സിലാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അവയർനെസ് കൊടുക്കാൻ പറ്റും. ഇവൻ്റെ സൺ എനർജൈസ് ചെയ്യണം, കാര്യം ഇങ്ങനെ അഫ്ലിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക്കുകൾ അവൻ്റെ കോൺഫിഡൻസിനെയാണ് ബേസിക്കലി ബ്ലാക്ക് മാജിക് അഫക്റ്റ് ചെയ്യുന്നത്.
അപ്പം നമ്മളുടെ ബുദ്ധി വേറൊരു നിയന്ത്രണത്തിലാകുന്നു. അപ്പം അതിനൊരു കൈവശം വേണമെന്നോ ഒന്നുമില്ല. അടിസ്ഥാനപരമായി മെജോറിറ്റി ആൾക്കാർക്കും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക്കുകളാണ്. അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നതിനെ എന്ത് നമുക്ക് ബ്ലാക്ക് മാജിക് എന്ന് തന്നെ പറയാം. നമ്മുടെ ഗ്രോത്ത് ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ സോൾ ഇവോൾവ് ചെയ്യേണ്ടതിന് പകരം എന്ത് ചെയ്യുകയാണ്, സ്റ്റക്കായി പിന്നെ താഴേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിന് നമുക്ക് ബ്ലാക്ക് മാജിക് അഫക്റ്റഡ് ആയി എന്ന് തന്നെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മാം പറഞ്ഞല്ലോ, നമ്മളിപ്പോ നമ്മുടെ കുടുംബത്തിലുള്ളവർ, അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയുന്ന ചില കമാൻഡ്സ് നമ്മുടെ മൈൻഡിൽ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നു. ഇപ്പൊ നമ്മള് പൊതുവെ നമ്മൾ കൂടോത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ബ്ലാക്ക് മാജിക്കിൽ മെയിൻ ആയിട്ട് വരുന്ന സംഭവമാണ് കൂടോത്രം. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളോട് ദേഷ്യമുള്ള ഒരാള്, അയാൾക്ക് നമ്മളിൽ അങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മളിപ്പോൾ അതിൽ വിശ്വസിക്കുന്നില്ല, അതിന് നമ്മളിപ്പോൾ എങ്ങനെ പോയാലും നമ്മളതിനെ എടുക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. നമ്മളൊരു വീക്കായിട്ടുള്ള ഒരു മനസ്സും ബുദ്ധിയും ഉള്ള ഒരാളാണെങ്കിൽ ഇത് ബാധിക്കും. പക്ഷേ ഈ വ്യക്തിക്ക് അവയർനെസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതായത് ഞാൻ വീക്കായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് എന്നെ അഫക്റ്റ് ചെയ്യും എന്ന് ഉള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഇവൻ്റെ മനസ്സിനെ ഇവൻ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതായത് ഈ വരുന്ന ആളുടെ എനർജി ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫേസ്റ്റായിട്ട് ഓറ പ്രൊട്ടക്ഷൻ, ഓറ സ്ട്രെങ്തനിങ് ചെയ്യാം. പിന്നെ അവയർനെസ് വന്നു, ഇവർ പറയുന്ന നെഗറ്റീവ് എനിക്ക് ആവശ്യമില്ല, ഞാനത് എടുക്കുന്നില്ല, നോ. ഇത് നമ്മൾ കോൺഷ്യസ്ലി തന്നെ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊരു നിരന്തരമായിട്ടുള്ള വർക്കാണ്. സെൽഫ് ടോക്കിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യാൻ പ്രതിരോധിക്കാം. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾക്കാണ് ഗൈഡൻസ് എടുത്തിട്ട് എക്സ്പേർട്സിന്റെ ഹെൽപ്പ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ മാം നേരത്തെ പറഞ്ഞു ഈ പ്രേതബാധ അല്ലെങ്കിൽ ബാധദോഷം. നമ്മൾ ഈ ബാധദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ അതിനെ കുറിച്ച് കണക്കാക്കുന്നത് മരിച്ചുപോയ ഒരാളുടെ ആത്മാവ്, മേ ബി മോക്ഷം കിട്ടാത്തൊരാത്മാവ്, ഇപ്പൊ ജീവനോടെയുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പൊതുവെ അവർ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിനുവേണ്ടി അവരോടൊപ്പം നടക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ, മെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെ അത്തരത്തിലുള്ള ടോർച്ചർ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അത് പോകുന്നത്. എന്ന് വെച്ചാൽ മെന്റലിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം. പൊതുവെ നമ്മൾ ഈ ആത്മാക്കൾ പ്രവേശിച്ചു എന്ന് പറയുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2-3 പേഴ്സണാലിറ്റികളായിരിക്കും അവർക്ക്. ചില സമയത്ത് വളരെ ശാന്തരായിരിക്കും, ചില സമയത്ത് വളരെയധികം ദേഷ്യപ്പെടും, ചില സമയത്ത് എവിടെ നിന്നില്ലാതെ കരഞ്ഞു പോകുന്ന മനുഷ്യർ. അപ്പോൾ ശരിക്കും ഈ ബാധാദോഷം എന്ന് പറയുന്നത് ഈ ആത്മാക്കളുടെ പീഡ തന്നെയാണോ? ആത്മാക്കളുടെ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാക്കളുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഒരു വ്യക്തി വളരെ വീക്കാണ്. ആ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ലോ വൈബ്രേഷനാണ്. സങ്കടം, ജലസി, ദേഷ്യം, ഇതൊക്കെയാണ്. ഇത് ഈ ആത്മാക്കൾക്ക് ശരീരമില്ല. അപ്പം നമ്മളും ഇവരും തമ്മിലുള്ള വ്യത്യാസം, മരിച്ചുപോയ വ്യക്തികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമായി. നമുക്ക് ശരീരമുണ്ട്, അവർക്കതില്ല. പക്ഷെ അവർ ഹൈലി ഇൻ്റലക്റ്റ് ആണ്, ഹൈലി ഇൻ്റലിജൻ്റ് ആണ്. അവരുടെ ഇൻ്റലക്റ്റ് അവർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് പെൻഡിങ് ആയിട്ടുള്ള കർമ്മകൾ ഉണ്ടെങ്കിൽ ഇതിവർക്ക് എല്ലാ സോളുകളൊന്നും ഇതിന് നിൽക്കില്ല. ഇനി അതിൽ വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സോളുകൾ റൂം അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഈ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറി ഇരിക്കാം. ഒരു പാരസൈറ്റ് എഫക്റ്റാണ് വരിക. നമ്മുടെ രക്തം കുടിച്ച് അവർ വളരുക എന്ന് പറയത്തില്ല, ഈ ഡ്രാക്കുള രക്തം കുടിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ എനർജി എടുത്തിട്ട് അവരുടെ കർമ്മം ചെയ്യുകയാണ്. അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ കർമ്മങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വരും. ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി നമ്മളിൽ വരും. അതായത് നമ്മൾ പോലും വിചാരിക്കാത്ത ജോലികൾ നമ്മൾ ചെയ്യും, നമ്മൾ പോലും വിചാരിക്കാത്ത ആൾക്കാരുമായിട്ട് റിലേഷൻ ഉണ്ടാവുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളോടൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് കാണിക്കാത്ത അവസ്ഥ. ഇന്നലെ വരെ ഇഷ്ടമുള്ള ഒരു ജോലി ഇന്ന് പോലെ ചെയ്യുന്നില്ല. അപ്പം ഇതും നമുക്ക് അവയർനെസ്സിൽ മാറ്റാം. ഈ അവയർനെസ്സിൽ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തമാകുക, ഇവരെ ഇറക്കി വിടുക. അപ്പോൾ നമ്മൾ ഇവരെ ഇറക്കി വിടുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, നമ്മൾ ശക്തമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർ ഇറങ്ങിപ്പോകും. ഇവർക്ക് ഇരിക്കാൻ സ്പേസ് ഇല്ല. കാര്യം അവിടെ നമ്മൾ സെൽഫ് ലവ് ഉണ്ടാവുക. എൻ്റെ ഈ ശരീരം എൻ്റെ ആത്മാവിൻ്റെ വെഹിക്കിളാണ്,
എൻ്റെ ആത്മാവിന് വേണ്ട കർമ്മം ചെയ്യാൻ എൻ്റെ ആത്മാവിനെ ചുമക്കുന്ന രഥമാണ് എൻ്റെ ഈ ശരീരം. അവിടെ വേറൊരു ആത്മാവിന് ചെയ്യാനുള്ളതല്ല എന്ന പൂർണ്ണ ബോധത്തിൽ സെൽഫ് ലവ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ബാധാദോഷം എന്ന് പറയുന്നത് നമുക്ക് മരിച്ചു പോയവർ തന്നെ ആവണമെന്നില്ല. ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ വേറൊരു വശം തന്നെയാണ്. നമ്മൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നാർസിസ്റ്റിക് പാരൻസ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ ഒരു എഫക്റ്റ് അവരുടെ ജീവിതത്തിൽ വരും. അതിൻ്റെ റീസൺ ഈ ഫിയർ ഓഫ് വൾണറബിലിറ്റി ഇവരിൽ ഉണ്ടാവും. അപ്പോൾ ഇമോഷൻസ് ഒന്നും പുറത്തു പോകുന്നില്ല, ഇവർ സപ്രസ് ചെയ്യാണ്. അപ്പം ഒരു നാർസിസ്റ്റിക് വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സെൽഫ് ലവ് ഇല്ലാതെ ആവുക, കോൺഫിഡൻസ് കുറയുക, ഇതൊക്കെ വരും.